നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. ഈവൻ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ ആരെങ്കിലും വല്ല മരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ, വ്യക്തമായ ഒരു കാരണം ഉണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ സങ്കടങ്ങളാണ്. എനിക്ക് സങ്കടങ്ങളാണ്, സങ്കടങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് അത് മാത്രം കാണാൻ പറ്റുന്നത്. നമ്മൾ എത്രയോ ഭയങ്കര ഹാപ്പി മൊമെന്റ് കൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ അതിലേറെ ഫോക്കസ് ചെയ്യുന്നത് സങ്കടങ്ങളെയാണ്. ഈ പ്രകൃതി അങ്ങനെയാണ്. ഈവൻ ഞാനടങ്ങുന്ന മനുഷ്യർ അങ്ങനെ തന്നെയാണ്. സങ്കടങ്ങളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് പ്രശസ്തരായ മനുഷ്യർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സങ്കടങ്ങളാണ് ഏറ്റവും കൂടുതൽ എഴുതാനുള്ള, വരയ്ക്കാനുള്ള പ്രചോദനം നൽകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിയാലിറ്റി എന്താ എന്നുള്ളതല്ല, പക്ഷെ സങ്കടങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അയാളാവാൻ, ഏറ്റവും കൂടുതൽ അയാളുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് സങ്കടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. സങ്കടങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, ഈ ലോകത്തിന് കാണിച്ചു തരാനുള്ള ഒരായുധം മാത്രമാണ്. സോ ആ ഒരു സങ്കടങ്ങളെ പടവാളാക്കിയെടുത്ത് പൊരുതി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക.